വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്. വന്ന വഴി മറന്നു ഗൈസ്. പാമ്പുണ്ടാവട്ടാ. ക്ഷീണിതനാണ്. കൊറേ പേര് ഫസ്റ്റ് അത് പാടണം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. അത് ഇപ്പൊ ഇവിടെ പാടടാ ജാസേ, പാടറാ. നിങ്ങളെല്ലാരും കണ്ണു വെച്ചിട്ടോ. അത് റെയിൽവേ സ്റ്റേഷനിലായിട്ട് പോയി പാടിയൊന്നുമില്ല. ഇപ്പൊ അടുത്തായിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അത് എൻ്റെ ഫാമിലി കണ്ടാൽ പ്രശ്നമാവുമെന്നും എനിക്കറിയില്ല. എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഞങ്ങളെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ആരോ ഒരാൾ തിരിച്ചു കളിച്ച് നിന്നിട്ട് നമ്മളെ ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം, അത് വളരെ വിഷമം ഉണ്ടാക്കി. ഹലോ, അസ്സലാമലൈക്കും. ഫസ്നാക്ക് രാത്രി പുറത്തിറങ്ങി നടക്കണം എന്നൊരാഗ്രഹം. അപ്പൊ അതിനു വേണ്ടിട്ട് പുറത്തു പോവാണ്. വെറുതെ നടക്കാൻ പോലെ പോയി വരാം. റോഡ് നല്ല റഷ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് ടാക്സിയോ കാറോ ഒന്നും എടുക്കണില്ല. ജസ്റ്റ് റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഗൈസ്, നമ്മള് എപ്പോഴും പറയുന്നുണ്ട് വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്. വന്ന വഴി മറന്നു ഗൈസ്. വന്ന വഴി മറന്നുപോയി. പുല്ലി തൊട്ട ഫൈൻ ഉണ്ടോ? ആ, അതും ഫൈനാ. പാമ്പുണ്ടാവട്ടാ. ഗൾഫില് പാമ്പുണ്ടാവോ? പറയാൻ പറ്റില്ല. ചിലപ്പോ അന്നപ്പത്തെ ആൾക്കാരൊക്കെ വന്നതല്ലേ, പല മാറ്റങ്ങളും ഉണ്ടാവും ഇവിടെ. ആ വീട് ഇപ്പൊ വീട് കാലം പൂത്തു നിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും. ഫസി, എവിടുക്കാൻ പോണേ? എവിടുക്കാൻ പോണ്? എനിക്കറിയില്ല, ഞാൻ നിങ്ങളെ കൂടെ വന്നല്ലേ. എനിക്കും അറിയില്ലട്ടാ, ഞാൻ ആദ്യമായിട്ടാ. എനിക്കറിയില്ല. ഏടി അവിടെ നിക്കിയതിപ്പോ ഞാനാണ് ദുബായിക്ക് വന്നത്, ഈയാണോ? കേക്കല്ലേ എന്ത് സൗണ്ട്, എത്ര സ്പീഡിലാ വണ്ടികൾ പോണത്. എന്ത് സ്പീഡിലാ നടക്കണേ? ഞാനേ നാൻഡീസ് കിഡാണ്. എനിക്ക് അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നടക്കും. അങ്ങനെ ഞങ്ങള് ഇക്കരെ എത്തി. അവിടുന്നാണ് നടന്നു വന്നത്. ഇവിടെ ഇതാണ് ഷാർജ സിറ്റി സെന്റർ. ഇതില് ആ കാണുന്നതാണ് മജാസ് കേട്ടോ. അപ്പോൾ റൂമിൽ നിന്ന് നടക്കാനേ ഉള്ളൂ സിറ്റി സെന്റർക്കും പിന്നെ അതേപോലെ തന്നെ മജാസിലേക്കും. അങ്ങോട്ട് എങ്ങനെ പോവാന്നുള്ളത് അറിയില്ല, പക്ഷെ പോയി നോക്കാം. ഒറ്റ മൈൻഡ്. ഫൈനലി വി ആർ ഇൻ സിറ്റി സെന്റർ. കാലിഫോർണിയകത്ത് കയറി. അവിടെ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്ഷൻ ഉള്ള കാരണം അവിടുന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ല. സാധനങ്ങളൊന്നും വാങ്ങില്ല കേട്ടോ. ഫസിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നെ ബുദ്ധിമുട്ടിക്കണ തീരെ ഇഷ്ടമല്ല അവിടെ. അപ്പോൾ ഞങ്ങൾ സിറ്റി സെന്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് മജാസിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച്. അല്ലേ ഫസിയ? അതൊന്നും ഇല്ല കേട്ടാ. അപ്പൊ ഇത് സബ്വേ കൂടെ വേണം പോവാന്. ഞങ്ങളിപ്പോ സബ്വേ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് സിറ്റി സെന്ററിന്റെ ഇക്കലെത്തി. ഇനി അങ്ങോട്ട് നടന്നു പോണം കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടാ. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ റൂമിലാണ് ബോറടിക്കണെന്ന് പറഞ്ഞല്ലേ. കുറച്ച് നടക്കണ നല്ലത്. എന്ത് കഷ്ടിച്ചിട്ടാ അവിടെ വരെ. ആ പള്ളി കണ്ണോടത്തല്ലേ. പക്ഷെ സിഗ്നല് കുറച്ച് ദൂരേ ഉള്ളൂ. സിഗ്നല് കടന്നിട്ട് വേണം. ഇവിടെ റോഡ് കുറച്ച് നടക്കല്ലേ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ബസ്സിയെ? തെരങ്ങക്കിന്റെ കാല് നിങ്ങൾ ഉഞ്ഞിറണ്ടി വരും. പിന്നെ നോക്കി എത്ര നടക്കാണ്ട്. ഇവിടെ ഇങ്ങനെ സ്വിച്ച് ഞെക്കണം ഗൈസ്. ഈ സ്വിച്ച് ഞെക്കിയാല് നമ്മള് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇങ്ങനെ CID പൊക്കി 400 പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി നമ്മൾ ആൾക്കാർക്ക് നടക്കാനും വേണ്ടിട്ട്
ഇങ്ങനെ ഒരു പാത്ത് വേ ഉണ്ട്, അതിൽ കൂടെ മാത്രമേ റോഡ് മുറിച്ച് കിടക്കാൻ പാടുള്ളൂ. നമ്മളിവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, അതിൽ നമ്മൾ ഞെക്കണം. കണ്ടോ, ഇത് റെഡാണ്, കിടക്കാൻ പാടില്ല. ഞെക്കും, പച്ചകത്തി പോവാം. ഇവള് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ നടക്കണത്, നേരെ റോഡ് മുറിച്ച് കടന്നാൽ പോരെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ അതിൻ്റെതായ റൂളുണ്ട്. അവിടെ ബട്ടൺ പെഡസ്ട്രിയൻസിന് കിടക്കാനുള്ള ലൈനിൽ കൂടെ മാത്രമേ നമുക്ക് റോഡ് മുറിച്ച് കിടക്കാനോ എല്ലാത്തിനും പറ്റുള്ളൂ. അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. എത്ര ഫൈൻ കിട്ടും വെച്ചാ? 400 ദിർഹംസ്. 400 ദിർഹംസ് എന്ന് പറഞ്ഞാൽ 400 ദിർഹംസ് പറഞ്ഞാൽ നാട്ടിലത്തെ 9500. ഓ മൈ ഗോഡ്. ഫസി ഓടിച്ചെന്ന് നിൽക്ക്, ഫസി വേഗം പെട്ടെന്ന് ഓട് 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 ഓട്. നമ്മൾ അവിടേക്ക് ഫോക്കസ് ചെയ്തോ. അവിടെ റെഡ് കൈപ്പത്തി കണ്ടോ, അതിനി മാറും. മാറാതില്ല, പോകാൻ പറ്റില്ല. ഇല്ല, ഫോക്കസ് ചെയ്തോട്ടാ, അതിൽ തന്നെ നോക്കിക്കോ. ആ കൈപ്പത്തി ഇപ്പൊ മാറും. മാറുന്നില്ലല്ലോ, മാറുന്നില്ലല്ലോ. ഗ്രീൻ കത്തി. അവർക്ക് അവിടുത്തെ പള്ളികളൊക്കെ എന്ത് രസാലേ കാണാന്. ഓരോന്നിനും ഓരോ ഭംഗിയാണ്. ശരിക്കും കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിക്കാൻ തോന്നും. എന്റെ ചക്ക കഴിക്കണം വരതാ. എനിക്കതൊക്കെ അറിയാം. ഞങ്ങള് വേറെ എന്താണ്ടാവാ, ഇത് ഈത്തപ്പനല്ലേ? ഈ മരത്തുമ്മ ഇത് ഈത്തപ്പനല്ലേ? ആരാ പറഞ്ഞു ഈത്തപ്പന? ആരാ പറഞ്ഞേ? ഈ കണ്ടുകണോ ഈത്തപ്പഴം? ഈ കണ്ടുകണോ? എവിടുന്ന ഈ കണ്ട് ഇത് ഈത്തപ്പഴം ഉണ്ടാവണം? ഫോട്ടോ ഇല്ലാണ്ടുള്ളൂ. അത് ഇതല്ലടി പൊട്ടത്തി, ഇതിന് വേറൊരു മരമുണ്ട്. ചെണ്ടുമല്ലി. കുറച്ച് ഇതിന് വിത്തുണ്ടെങ്കിൽ നമ്മളെ റൂമിന് മുന്നേ വിതറിയാലോ. നല്ല രസമുണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ. നോക്ക്, ഇതിൽ തൊട്ടാ ഫൈനല്ലേ? പക്ഷെ അങ്ങോട്ടൊക്കെ 2 വിമാനം ഒപ്പം വരുന്നേ. എനിക്കിപ്പോ വിമാനം കണ്ട് ശീലമായിക്കണു. എത്ര പോലെ വിമാനം, എവിടേക്ക് ഇറങ്ങിയാലും വിമാനം ഉണ്ടാവും. അതുകൊണ്ട് എനിക്കിപ്പോ കണ്ട് ശീലായി. നാട്ടിൽ പോണ്ടേ? എന്തേ പോലെ നാട്ടിൽ പോവൂല. പിന്നെ എന്താ പരിപാടി ഇവിടെ? ഞാൻ നിങ്ങളൊപ്പം ഇങ്ങനെ നിക്കും. എന്തിന്? ഞാൻ ജോലി നോക്കും. കിട്ടട്ടെ. ഞങ്ങള് മജാസ് പാർക്കിൽ എത്തിട്ടോ. ഇവിടെ ഇപ്പൊ വിന്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ വാട്ടർ ഷോ ഉണ്ടായിരുന്നു കേസ്, നമുക്ക് ജസ്റ്റ് ആയിട്ട് മിസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ഫുഡ് കോർട്ട്, ഡ്രസ്സിന്റെ ഓരോ കൗണ്ടേഴ്സ്, കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. ഫൈസൽ, ഇഷ്ടമായ സ്ഥലം? എങ്ങനെ? ഏതില്? ഈ വണ്ടിയിലാ? അത് ചെറിയ കുട്ടികൾക്കുള്ളതാണ്. എന്താ വലിയൊരു കറിയ പറ്റൂല. അതിനെപ്പോലെ പോത്ത് പോലത്തെ ആളെ കയ്യിൽ കയറി കഴിഞ്ഞാലേ നല്ല രസമുണ്ടല്ലോ ഇവിടുത്തെ വ്യൂ. നല്ല അടിപൊളി. അവിടെ ഒരു പള്ളി ഉണ്ടോ ഇവിടെ? നല്ല രസമുള്ളൊരു പള്ളി. അതിന്റെ അടുത്തേക്ക് എങ്ങനെ പോവാ? മഞ്ഞാണല്ലോ ഇത്, ഇങ്ങനെ മൂടി കെട്ടിയിരിക്കണൊക്കെ. നല്ല തണുപ്പുണ്ട്. ഇവിടെ വാട്ടർ ഷോ ഉണ്ട്, പക്ഷെ നമുക്ക് ജസ്റ്റ് മിസ്സായി. ഇനി അടുത്ത ടൈം എപ്പോഴാന്നുള്ളത് നമുക്ക് അറിയില്ല. വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അജുക്ക അവിടെ വാങ്ങാൻ പോയിക്കാണ്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സാധനം നല്ല രസമാണ്. നമ്മൾ നെഹദി മന്തിയില്ലേ, ഇവിടെ നെഹദിയിലില്ലേ മന്തി വയ്ക്കാൻ പോയി. ഇവിടെ നെഹദി ഉണ്ട്. അവിടെ മന്തി വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സൂപ്പ് തരും. സൂപ്പ് തന്നിട്ട് പിന്നെ മന്തി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സാധനം തരും. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊരു സ്വീറ്റാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് അജുക്കകത്ത് ചോദിച്ചു നോക്കാം. പിന്നെ വിരാമം ഇട്ടുകൊണ്ട് സാധനം കിട്ടി. ഇത്ര നേരായി. പിന്നെ ഉണ്ടാക്കി എടുക്കണ്ടേ? ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞു കൊടുത്താ? പേരറിയില്ല. എനിക്കറിയില്ല എന്റെ പേര്. തറുതല പറയാൻ പാടില്ല ഭാര്യമാരത്ത്. ഇപ്പൊ കിട്ടിയില്ലേ? സംഭവം നല്ല ചൂടാണ്. ഡയറക്റ്റ് ചട്ടിന്ന് എടുത്തത്. ഇതെന്ത് സംഭവം ശരിക്കും? മൈദാണ്. കിട്ടും.
അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല രസമാണ്. ഫസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് അത് ഇഷ്ടാവില്ല, പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാവും. എൻ്റെ വായിൽ വെള്ളം ഊറുണ്ട്, ഞാൻ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചോ? ഇഷ്ടായ? ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനം കേട്ടത്. ഇവിടെ തന്നെ ഷോപ്പുണ്ട്. നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ കാണിച്ച അൽബേക്ക് തൊട്ടോ. ഫസ്റ്റ് എൻ്റെ ഡബിൾ ഡക്കർ കഴിക്കാൻ പോണോ? അൽബേക്ക് അവിടെ ഉണ്ട്. ഡബിൾ ഡക്കർ. എനിക്ക് ആ ഫിഷ് കട്ട്ലൈറ്റ് ഒന്ന് ട്രൈ ചെയ്യണം. ഫിഷ് നഗ്ലറ്റ്സ് അല്ലേ? വയറ് സ്ഥലമുണ്ടോ? യാ ഉറപ്പ് കഴിക്കോ? എനിക്ക് വേണ്ട, ഞാൻ കഴിക്കൂല. ഞാൻ ഒന്നാമത് ഫിഷ് കഴിക്കാത്ത ആളാണ്. ഞാൻ കഴിക്കും. ഉറപ്പ്. വയറ് നിറഞ്ഞതുകൊണ്ട് നമ്മളെ കമൻസിൽ ആരോ പറഞ്ഞിരുന്നില്ല ഇവിടുത്തെ ഫിഷ് നഗറ്റ്സ് ഭയങ്കര അടിപൊളിയാണ്. സോ വയറ്റിൽ സ്ഥലമില്ല രണ്ടുപേർക്കും, അതുകൊണ്ട് പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചതായി അറിയിക്കുന്നു. കുറേ നടന്ന് ഇനി റൂമിലേക്ക് തിരിച്ച് നടക്കാൻ വയ്യ. സോ ഫസി പറഞ്ഞ് നമുക്ക് ടാക്സിക്ക് പോകുന്നു. അതുകൊണ്ട് ടാക്സിക്ക് ഫസിയ പറഞ്ഞിട്ട് ആരോഗ്യം നോക്കണം. അപ്പോൾ ഞങ്ങൾ ടാക്സിക്കാണ് റൂമിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ നട്ടപ്പാതിലെ നട്ടപ്പരാന്തൊക്കെ കഴിഞ്ഞിട്ട് അതാ റൂമിൽ എത്തിയിട്ടുണ്ട്. ഷെയ്ക്കുന ക്ഷീണിതനാണ്. അപ്പോൾ ഒന്നുമില്ല, പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഇവള് രാവിലെ മുതൽ ഇവിടെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് അല്ലേ, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ടൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 12:05 ഏകദേശം. ഒരുപാട് ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ, രാത്രി നടന്നു. ഇവൾക്ക് അൽബേക്കുന്ന മറ്റേ ഫിഷ് നെഗ്ലറ്റ്സ് അല്ലേ, ഫിഷ് നെഗ്ലറ്റ്സ് ആ തോന്നുന്നുണ്ട്, അങ്ങനല്ലേ കമന്റ് ബോക്സിൽ കണ്ടേ. അവൾക്ക് ഫിഷ് നെഗ്ലറ്റ്സ് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഓൾറെഡി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ച് പറയാത്തേ വളരെ ടേസ്റ്റുള്ള ഒരു ദോശയും ചിക്കൻ കറി ആയിരുന്നു എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി തയ്യാറാക്കിയത്. വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചു. പിന്നെ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ മറ്റേ സാധനം അതിന്റെ പേര് എനിക്കറിയില്ല. ഞാൻ സംസം മന്തിയിലൊക്കെ പോകുമ്പോ അവർ ലാസ്റ്റ് മന്തി കഴിക്കുമ്പോൾ തരുമല്ലോ, ഞാനത് പറഞ്ഞു നെഹദിയില് സാധനം കിട്ടലുണ്ട്, അവിടുന്ന് കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇവിടെ ലൈവായിട്ട് നമുക്ക് അത് പൊരിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഫിഷ് നഗറ്റ്സോ, ഞാൻ ഫിഷ് കഴിക്കൂല കേട്ടോ. ഞാൻ ഫിഷ് പിന്നെ അങ്ങനെ വെജിറ്റബിൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കഴിക്കൂല. അഭിമാനത്തോടു കൂടി പറയുന്ന പോലൊക്കെ ഉണ്ട്. താങ്ക് യു. കഴിക്കൂല അപ്പോ ഫിഷ് പച്ചക്കറി ഇതൊന്നും പറ്റൂല. ചിക്കൻ ഡെയിലി കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവള് ഫിഷ് നഗറ്റ്സ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയൊരു താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതിനൊരു റീസൺ ഉണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ട് ഇവള് വലിയ കാര്യമായിട്ട് ഓർഡർ ചെയ്യും, എന്നിട്ട് ഒറ്റ പീസ് കഴിച്ചിട്ട് അതൊക്കെ എനിക്ക് വേണ്ടെന്നുണ്ട് എനിക്ക് തള്ളിത്തരും. വേറൊരു കാര്യമുണ്ട്, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ എൻ്റെ ഫേവറേറ്റ് സോങ് അല്ല, പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഒരു സോങ്ങാണ് മറ്റേ എൻ്റെ കവർ വേർഷൻസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാറ്. മറ്റേ താമരക്കുരുവിക്ക് തട്ടമിട് എന്നുള്ള ആ സോങ്. അപ്പോൾ അത് ഞാൻ ആരെങ്കിലും പാടിത്തരുമെന്ന് വെച്ചാൽ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് പേര് നല്ല അടിപൊളിയായിട്ട് അല്ലേ, അടിപൊളിയായിട്ട് പാടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറേ പേര് ഫസ്റ്റ് അത് പാടണം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോ ഇവിടെ പാടൂല. ഫസി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പാട്ട് ഇപ്പൊ പാടും. ആ പാട്ടൊന്നും നിന്നെ കൊണ്ട് പറ്റൂല. എന്നാ വേറെ പാട്ട് പാടാൻ പറ്റുമോ? എനിക്ക് മാപ്പിള പാട്ടേ വഴങ്ങുള്ളൂ. ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പാട്ട് പാടും. അന്നാ വേണ്ട, അതോ നല്ല വെറുതെ. ഞാന് എന്താണ്, എനിക്ക് മാപ്പിള പാട്ടേ പറ്റുള്ളൂ. പാടിക്കോ, മാപ്പിള പാട്ട് പാടിക്കോ. എന്റെ സ്വരങ്ങളൊന്നും ഇപ്പൊ പോരാ ചിക്ക, സാധകം ചെയ്യണില്ല. പറ്റിയ ഉരുളി ഇവിടെ നന്നായിട്ട് പാട്ട് പാടട്ടോ. ഞാൻ സീരിയസ്ലി പറയണം, ഇവിടെ പാടുന്ന രീതി മാറിപ്പോയെങ്കിലും പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. എനിക്ക് അങ്ങനത്തെ ഒപ്പന പാട്ടൊക്കെ വരുള്ളൂ, അല്ലാതെ ഇപ്പൊ അങ്ങനത്തെ മാപ്പിള പാട്ട് ട്രെൻഡ്, ഡാബ്സിന്റെ പാട്ടൊക്കെ ഉണ്ടല്ലേ, ഒപ്പന പാട്ടാണ് പാടി.
ധൈര്യമായിട്ട് പഠിക്കും ഗൈസ്. ഇത്രയും കാലം ഞാൻ മാത്രമേ കേട്ടുള്ളൂ, ഇനി നിങ്ങളും കേൾക്കണം. അയ്യോ കമന്റ് ബോക്സിൽ എന്നാ മോനെ എന്താ അവള് കാള കരയാണ്. അങ്ങനെ ആവില്ല, വല്ല ടിവിയിലും പാടിക്കൂടെ, അതൊന്നും ഓഫാക്കി വെക്കാന്ന്. അല്ല യൂട്യൂബ് ആയതുകൊണ്ട് സ്കിപ്പ് അടിക്കണ്ട, അത് ഞങ്ങൾക്ക് നഷ്ടം. എല്ലാരും സഹിച്ചോ? ഒരുപാട് പാടൂ. ഞാൻ ഇതൊന്നും എടുത്ത് വെച്ചോട്ടെ, വേണ്ട ഞാൻ വെച്ചോളാം. സുഭാഷ് പാടും പാട് കുട്ടി. വേണ്ട, വെറുതെ എന്തിനാ പാട്, ഒരു ആഗ്രഹല്ലേ. എടാ പാടടാ ജാസേ, എടാ പാടാ. പാടിക്കോ. സ്റ്റാർട്ട് ചെയ്യാൻ തരാം. ഏത്? അസ്സലാമു അലൈക്കും. നിങ്ങൾ നോക്കരുത്, ഇല്ല കണ്ണു ഒത്ത്. നിങ്ങളെല്ലാരും കണ്ണു ഒത്തിട്ടോ. കാണുന്നൊരു കണ്ണോട്ടന്മാരാണല്ലോ. പാടുണ്ടോ? എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാറിയില്ല. വേഗം പാട്, എനിക്ക് അതിയാതെ കണ്ണടച്ചിരിക്കാൻ പറ്റില്ല, ഉറങ്ങിപ്പോവും. ശരിയായിട്ടുണ്ട്. മറ്റേ പാട്ടല്ലേ ഇത്? അല്ല, ഇത് മാപ്പിളപ്പാട്ടാണ്. മുല്ല മലർ മുത്തഴച്ചുള്ള ഭംഗി പുന്നാരപ്പൂവോരേന്തെന്നെ തങ്കി വല്ലാഹി എൻ്റെ മനസ്സും കലങ്കി ഓർമ്മയിൽ ഇമ്പുള്ളോരോർമ്മ പുതുങ്കി പുതുങ്കി കണ്ണീർ ചൊരിഞ്ഞു വലഞ്ഞ് കരഞ്ഞിടെ ഞാനേ ഉള്ളം കനിഞ്ഞിടെ തേനേ അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിലും സഖിയാനോരേ എന്തെന്നബുവരില്ലക്കിയായ സുന്ദരമാനിതമാരരേ. ഇങ്ങനൊന്നും പാടാത്തില്ലല്ലോ. എനിക്ക് പാടിത്തരും, എനിക്ക് എന്തായാലും പാടി തന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ കിച്ചണിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ഒരു പാട്ട് പാടും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു പാട്ട് പാടും. എല്ലാ പാട്ടിന്റെ രണ്ടുപേരും ഇതിന്റെ കമന്റ് ബോക്സ് ആലോചിച്ചിട്ട് വയ്യ. കുഴപ്പമില്ല, ഫസ്റ്റ് ചെയ്യാണ്ടാവും. അപ്പോ വളരെ നന്നായി പാടിയ ഫസ്ന ഫൈസലിന് 10,000 രൂപ സമ്മാനം. 10,000 ഉള്ളൂ, ഇതിനൊക്കെ 25,000 രൂപ തരണം. അത് റെയിൽവേ സ്റ്റേഷനിലായിട്ട് പോയി പാടിയാൽ മതി, ആൾക്കാർ ചില്ലറ. മെയിൻ ഗായകന്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുള്ള കാരണം ഞാനിപ്പോ പാടുന്നില്ല. ഫസിയുടെ പാട്ട് പറ്റൂല, നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങള് പാടുന്ന, ഞാൻ പാടിയ ഞങ്ങള് പാടുന്ന. പാടാൻ അറിയില്ലല്ലോ. പിന്നെന്തിനാ അറിയണേ? നിങ്ങൾ പാടിക്കോ. എനിക്കറിയില്ല പാടാൻ. സാറില്ല, 2 വരി. എനിക്ക് മാപ്പിള പാട്ടൊന്നും അറിയില്ല, എനിക്ക് സിനിമ പാട്ട്, അതും അമ്മപ്പുഴയും അങ്ങനത്തെ ഒന്നല്ല. ഞാൻ ട്രൈ ചെയ്യാം. അങ്ങോട്ട് ഇരുന്നിരുന്നോ? അങ്ങോട്ട് ഇരുന്നോ? എനിക്ക് അങ്ങനെ പാട്ട് പാടുന്ന അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. സുഭാഷ് മുമ്പേ നീ തൊട്ടാൽ വാടും, പിന്നാലെ മെല്ലെ കൂടും, പൂവാലൻ മീനിനെ പോലെ. മുമ്പേ നീ തൊട്ടാൽ വാടും, പിന്നാലെ മെല്ലെ കൂടും, പൂവാലൻ മീനിനെ പോലെ. എനിക്ക് വേണ്ടി കൈയടിക്കാൻ ഞാൻ തന്നെ ഉള്ളൂ. ഇതാണ് പ്രോത്സാഹിപ്പിക്കുന്നു. സ്വരങ്ങളൊക്കെ പോയി എൻ്റെ അത്ര വരൂല, എന്നാലും ആയിക്കോട്ടെ. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഞാൻ ഈ ഇടയായിട്ട് ഫസ്റ്റ് ശ്രദ്ധിച്ചൊരു കാര്യം, നമുക്കിപ്പോൾ അടുത്തായിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അത് എന്ത് കാരണം കൊണ്ടാണോ എനിക്ക് തോന്നുന്നു, പഴയ ഇതിനേക്കാളും ഒന്നും കൂടി കുറച്ചും കൂടി ആൾക്കാർ റീച്ച് കൂടി കുറേ ആൾക്കാരിലേക്ക് എത്തി എന്ന് കണ്ടപ്പോൾ
അങ്ങനെയല്ല, കുറച്ചും കൂടി ആൾക്കാർ കൂടുതലല്ല ഇപ്പോൾ നമ്മളതിൽ പഴയതിനെ അപേക്ഷിച്ചപ്പോൾ അതിൻ്റെതായ നെഗറ്റീവ് കമൻസ് കൂടുതൽ. നിങ്ങൾ ആരാവുന്ന ഒരു സ്വസ്ഥത തരുമോ, നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ, അങ്ങനെയൊക്കെ വന്നിട്ട് കുറേ നെഗറ്റീവ് കമൻസ്. ഞാൻ കമന്റ്സ് ഇവള് കമൻസ് നോക്കാറില്ല, ഞാനാണ് പൊതുവെ കമൻസ് എല്ലാം റിപ്ലൈ ചെയ്യുന്നതും കമൻസ് നോക്കണൊക്കെ. അപ്പോൾ വളരെ മോശമായ രീതിയിലും കമന്റ് വരുന്നുണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്താ വന്നെന്ന് പറയും. അങ്ങനെയല്ല, ഇപ്പോൾ ലൈക്ക് ഞങ്ങൾ ഇതുവരെ മോശമായിട്ടൊന്നും വീഡിയോ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വാസം. ഒരു ഡബിൾ മീനിങ് ആയാലോ, അല്ലെങ്കിൽ അങ്ങനെ ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലായാലോ, അല്ലെങ്കിൽ നമ്മൾ സംസാരം കൊണ്ട് വരുന്നതായാലോ, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നതിലായാലോ ഒന്നും ഇതുവരെ ഞങ്ങൾ മോശമായ രീതിയിലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വാസം, അല്ലേ? അപ്പോൾ എന്നിരുന്നാലും നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അത് വളരെ നല്ല രീതിയിൽ ഞങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പറയും അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നാൽ മതി എന്നൊക്കെ. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഈവൻ ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാരുടെ ഇടയിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരെ ഞങ്ങൾക്ക് ഇതേപോലെ എതിര് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒട്ടുമിക്ക എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഉണ്ടാവും. സ്വന്തം ഫാമിലിൻ്റെ അകത്തും സ്വന്തം ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലും എന്തായാലും അവരെല്ലാവരും നേരിടുന്ന ഒരേ പ്രശ്നമാണ്. ഞാനിപ്പോൾ അടുത്ത് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റിൻ്റെ കാര്യം അങ്ങനെ ഞങ്ങൾക്കിടയിലുള്ള ആൾക്കാർ തന്നെ നമുക്ക് സപ്പോർട്ടില്ലെങ്കിൽ പോട്ടെ, വേണ്ട, ആദ്യം മുന്നേ സപ്പോർട്ട് ചെയ്തവർ പിന്നെ സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വിഷമമുള്ള കാര്യം. പക്ഷെ ഞാനും അങ്ങനെ തന്നെ, എന്താണ്, ഞാൻ പിന്നെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിടുക എന്നല്ലാതെ അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ, നമുക്ക് നമ്മളെ ഇഷ്ടങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞാനിതുവരെ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇതേപോലെ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വന്നത് ഇവളെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ. ഇവരൊക്കെ വിചാരം ഇവിടുന്ന് ലക്ഷങ്ങൾ വാരുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ടെന്നൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ കൂടുതലും ഈ പഴയ ആൾക്കാരുടെ അടുത്ത് നിന്നാണ് അത് വരുന്നത്. അത് ഇസ്ലാമികപരമായിട്ടുള്ള, എന്നോട് ഇപ്പോൾ 2 ദിവസം മുന്നേ വന്നൊരു കമന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഹിന്ദുക്കളാണോ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുക. ഇത് ഒരു മതത്തിനെയും ഇതാക്കി പറയല്ല, ആരും പറയല്ല. അപ്പോൾ നമ്മളെ മതത്തിൻ്റെ നമുക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ, മതത്തിന് ഓരോ പരിമിതികളുണ്ട്. പക്ഷെ ഞങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു. അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, കുറേ പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒന്നിരുന്ന് ചിന്തിച്ചാൽ എല്ലാം എന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നിർത്തേണ്ടി വരും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങോട്ടൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? ഉറങ്ങാണോ? ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈവൻ എനിക്ക് ഞാൻ പറഞ്ഞത് നേരത്തെ വിഷമമുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവള് ഹിജാബ് ഇട്ടിട്ടാണ് എല്ലാ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ അതിന് കമൻറ്റ് ഹിജാബിനെ പറയിപ്പിക്കാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ പറയിപ്പിക്കാനും വേണ്ടി എന്നാണ് കമൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവള് മേക്കപ്പിൻ്റെ ഒരു ഇതിൽ മുടി എന്തോ കാണിക്കണ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ മേക്കപ്പ് ചെയ്യണതിൻ്റെ വീഡിയോ. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ കമൻറ്റ് വന്നാണ്, ആ ഹിജാബ് ഒന്ന് ഇട്ടൂടെ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. അപ്പോൾ ഇതിട്ടാലും പ്രശ്നമാണ്, ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമാണ് ചില ആൾക്കാർക്ക്. അപ്പോൾ അങ്ങോട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യണില്ലെങ്കിൽ പോലും അത് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. പിന്നെ ഈവൻ പുറത്ത് വിടാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. ഇത് എൻ്റെ ഫാമിലി കണ്ടാൽ പ്രശ്നമാവുമെന്നും എനിക്കറിയില്ല. എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഞങ്ങളെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ആരോ ഒരാൾ പറഞ്ഞിട്ട്, പക്ഷെ അൽഹംദുലില്ലാഹ് ഉപ്പാക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്യൂസ് ഇല്ല. ഉപ്പ അങ്ങനെ വേറെ ഒരാൾ പറയുമ്പോഴുള്ള വിഷമം ഉപ്പാക്കുണ്ട്, ഉപ്പ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ഉപ്പ ഞങ്ങളെ സന്തോഷത്തിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്, അല്ലേ? അങ്ങനെ ഒരാൾ നമ്മളെ ഉപ്പാനോട് എന്തോ ഇങ്ങനെ നീക്കൊരു ഉപ്പയാണോ മക്കളെ ഇങ്ങനെ ഉപദേശിക്കേണ്ട, ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ എന്തിനാണ് അനുവദിക്കുന്നത് എന്ന് ഉപ്പാനോട് ആരോ പറഞ്ഞു. ആരാ പറഞ്ഞെന്നുള്ള ഉപ്പ പറഞ്ഞില്ല, പക്ഷെ നമ്മളെ ഏറ്റവും അടുത്ത ഒരാളാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴാണ് കൂടുതൽ ഞങ്ങൾക്ക് സങ്കടമായത്. ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഞങ്ങളെ മുന്നിൽ കട്ട ആരാന്നുള്ളത് നമ്മളറിയില്ല, ചിന്തിക്കുന്നില്ല. ആരോ ആവട്ടെ, നമ്മളെ വളർച്ചയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ചിലപ്പോൾ നല്ലതിന് പറഞ്ഞു തരുന്നതായിരിക്കും, എന്തോ ആവട്ടെ. അപ്പോൾ
അങ്ങനെയാണ് നമ്മളോട് ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ നമ്മളെ ചിരിച്ച് കളിച്ച് നിന്നിട്ട് നമ്മളെ ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം അത് വളരെ വിഷമമുണ്ടാക്കി. അപ്പോൾ അതൊന്നും ഇപ്പോൾ നോക്കണില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയണേ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും നെഗറ്റീവ് ഇത്രയും അവിടുന്ന് ഇവിടുന്ന് പരിഹാസങ്ങളും ചീത്തയും ഒക്കെ ഉണ്ടായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരേ ഒരു കാരണം നിങ്ങളാണ്. ഒരുപാട് പേരറിയാത്ത ഒരുപാട് പേരുണ്ട്. കാരണം അല്ലേ, ഞങ്ങൾക്കൊരു കമൻറ്റ് വന്നാൽ ഞങ്ങൾക്കറിയാം ഇത് ഇന്ന ആളാണ്, നമ്മളെല്ലാ വീഡിയോയും കമൻറ്റ് ഇടുന്ന ആളാണ്. ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഈച്ച് ആൻഡ് എവരി വണ്ണിനെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഇടുന്ന കമൻറ്റുകൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മളെ സ്റ്റോറിക്കൊക്കെ റിപ്ലൈ തരുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരേ ഒരു സപ്പോർട്ട് കാരണമാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നുണ്ടാവുക അല്ലേ. ഈ നെഗറ്റീവ് പറഞ്ഞവരോടൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസിക്ക് ഒരു പാട്ടും കൂടി പാടണമെന്ന് പറയും. അതുകൊണ്ട് പാടുന്നില്ല. അപ്പോൾ ഇനി ഒരുപാട് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം, ഒരുപാട് ഗെയിം ചലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എവിടെ ചാരി വെച്ചാലും ഉറങ്ങും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു തട്ട് കൊടുക്കുകയാണ് ഉറങ്ങാതിരിക്കാൻ. ഇപ്പോൾ ഒന്ന് നടക്കാൻ പോയിട്ട് അവിടെ രാജുക്ക എനിക്ക് ഉറക്കം വരുന്നുണ്ട്, രാവിലെ മുതൽ ഞാൻ വരുന്ന വരെ കിടന്നുറങ്ങിയാളാ, വീണ്ടും ഉറക്കം വരുന്നുണ്ട് എന്ന് പറയുന്നത്. സോ ഷെയ്ഖുനെ ഉറങ്ങിക്കോട്ടെ അല്ലേ, ഒന്ന് വാതുറക്കൂ, ഉറങ്ങിക്കോട്ടെ. അപ്പോൾ അല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കരുത് നെഗറ്റീവ്. ഞാൻ കമന്റ് ബോക്സ് നോക്കാറില്ല മെയിനായിട്ട്. അപ്പൊ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഞാൻ ഒന്നാമത് അറിയണമില്ല. അല്ല, അങ്ങനെ വൾഗറായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ എത്ര ഹാപ്പിയാണ് കേട്ടോ. കാരണം 1000 പേരെടുത്താൽ അതിൽ ഒരാൾ മാത്രം അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് അടിക്കണുള്ളൂ. അങ്ങനത്തെ ഒരു വലിയൊരു സമാധാനം സന്തോഷം എനിക്കുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ, അതും നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. അതൊന്നും കാര്യം കണ്ട എന്തിനും പോകാൻ പറയും. അപ്പോൾ ഒന്നുമില്ല, ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മോശമായിട്ട് ഒന്നും ചെയ്ത് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. മോശമായിട്ട് ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ എപ്പോഴും നല്ല വശങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ സന്തോഷങ്ങളുണ്ടാവും, എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളെ ഫാമിലി എന്നുള്ള സപ്പോർട്ട് ഉണ്ട്, അത് തന്നെ സപ്പോർട്ട് നന്നായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സപ്പോർട്ട് നന്നായിട്ടുണ്ട്. ഞാൻ ഈ ഫ്രണ്ട്സ് ഇങ്ങനെ ബാക്കിൽ നിന്ന് കുത്താൻ പറയുമ്പോൾ അതൊരിക്കലും എൻ്റെ ആ സർക്കിളിലോ അല്ലെങ്കിൽ എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ അറിയുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പരിചയമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നിച്ച് പഠിച്ച ആളായിരിക്കാം. അതാണ് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. അല്ലാതെ ക്ലോസ് ഫ്രണ്ട്സിലോ അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചെക്കന്മാരൊക്കെ എന്നോട് പറയും, അജയ് ഈ വ്ളോഗ് എടുക്കണില്ലേ, എടുക്കണോ, എന്താ ഞങ്ങളൊന്നും ഉൾപ്പെടുത്തൂല എന്നൊക്കെ ചോദിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരു വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും പിന്നെ നിങ്ങളുണ്ടായത് വേറെ അൽഹംദുലില്ലാ. അതൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ നല്ല വശങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു ചെറിയ വിഷമങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആരോടും നമുക്കൊരു വൈരാഗ്യം ഒരു വിരോധവും ഒന്നുമില്ല. നമ്മൾ കുറച്ച് ഡാർക്കായി പോകുന്നുണ്ടല്ലേ ഗൈസ്. അപ്പോൾ ഫസ്ന ഫൈസലിന് ഉറങ്ങാൻ സമയമായിട്ടുണ്ട്, പോയിട്ട് ഉറക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കിടന്നുറങ്ങും. വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എന്താണ് ചലഞ്ച് വീഡിയോസ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അല്ലേ. ഇങ്ങനെ എന്തെങ്കിലും ഗെയിംസ് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ടിങ് ആയി കാരണം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടണില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഞങ്ങളോട് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുമോ. സോ നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഇന്ന ഗെയിം ചെയ്യോ ഇങ്ങനെ ചലഞ്ച് ചെയ്യോ എന്ന് എന്തെങ്കിലും ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളോട് കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ആരെയും നമുക്ക് പേഴ്സണലി അറിയൊന്നുമില്ല. ഈ യൂട്യൂബിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാനൊന്നും പറ്റൂലല്ലോ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാ, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ദയവേത് വൾഗറായിട്ടുള്ള കമന്റുകൾ ഇടാതിരിക്കുക, അതൊന്നും ആരും ചെയ്യൂല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കമന്റ് സെക്ഷനിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ
ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അജ്മൽ സൽമാൻ ഐ ആം ഫസ്സി എന്നുള്ള അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജ് ത്രൂ അയക്കാം. ഞങ്ങളെല്ലാം നോമെല്ലാം കാണുന്നു അല്ലേ, നാമെല്ലാം അറിയുന്നു, നോമെല്ലാം മെസ്സേജസ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഫസിയുടെ ഗാനം സഹിച്ച എല്ലാവർക്കും, അജിക്കിന്റെ തള്ളുകൾ സഹിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങളിതുവരെ സഹിച്ചിരുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും സഖാവല്ല, എൻ്റെ പേരിലും സഹധർമ്മിണി ഫസ്ന ഫൈസലിൻ്റെ പേരിലും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ ബൈ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.